ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്വിസ് മാസ്റ്റർ ബൈ ആർദ്ര. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻവയോൺമെൻറ്റ് ഡേയുമായി ബന്ധപ്പെട്ട ഒരു ക്വിസ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, വല്ല അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂൺ 5. 2025 പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഉത്തരം എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ് 2025 പ്രമേയം. 2025 പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം കൊറിയ. പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം എന്നാണ്? ഉത്തരം 1974 ജൂൺ 5. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മേധ പട്കർ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏതാണ്? ഉത്തരം 1966. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പ്രൊഫസർ R മിശ്ര. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? മസനോബു ഫുകുവോക്ക. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം യൂജിൻ P. ഓഡ്. ഇക്കോളജി എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഏണസ്റ്റ് ഹെയ്ക്കൻ. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം റേച്ചൽ കഴ്സൺ. മേദിനി പുരസ്കാരം ഏതു മേഖലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം പരിസ്ഥിതി. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുത്തുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ജൈവമണ്ഡലം അഥവാ ബയോസ്ഫിയർ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ആദ്യ ജല മ്യൂസിയം അത് എവിടെയാണ്? ഉത്തരം പെരിങ്ങളം. കോഴിക്കോടാണ് പെരിങ്ങളം സ്ഥിതി ചെയ്യുന്നത്. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? ഉത്തരം ഫെബ്രുവരി 2. ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കാലാവസ്ഥ മാറ്റം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഇന്നത്തേക്ക് ബൈ.